ശ്രീകൃഷ്ണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 2024 ജൂൺ പകുതി മുതൽ ജൂലൈ മാസത്തെ മാസഫലം ഏതൊക്കെ രീതിയിലാണ് ആ ജാതകനിൽ വന്ന് പ്രകടമാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപയോഗം ഉണ്ടാവുകയുള്ളൂ. ഈ പറഞ്ഞ മാസങ്ങളിലെ ഗ്രഹസഞ്ചാരം എന്ന് പറയുന്നത് ആദിത്യൻ ഇടവം മിഥുനം രാശികളിൽ സഞ്ചരിക്കുകയും രോഹിണി മകയിരം തിരുവാതിര എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്ന കാലമാണ്. ഞാറ്റുവേലകൾ എന്ന് പറയുമ്പോൾ രോഹിണി തിരുവാതിര പൂർണ്ണമായിട്ടല്ല, ഭാഗികമായിട്ടും മകയിരം പൂർണ്ണമായിട്ടും ജൂൺ മാസത്തിലൂടെ കടന്നു പോകുന്നു. ജൂൺ 1 തന്നെ ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ആയിരുന്നു. ജൂൺ 30 ഭ്രമണം പൂർത്തിയാക്കി, ഒരു വട്ടം പൂർത്തിയാക്കി ചന്ദ്രൻ മകയിരം നക്ഷത്രത്തിലേക്ക് എത്തിച്ചേരും. ജൂൺ 6 അമാവാസിയായിരുന്നു. 21, 22 തീയതികളിൽ പൗർണമിയും വന്ന് സ്പവിക്കുന്നു. ജൂൺ 1 ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ജൂൺ 18 വരെയായിരുന്നു അശ്വതി നക്ഷത്രത്തിൽ തുടർന്നിരുന്നത്. ഇപ്പോൾ ഭരണി നക്ഷത്രത്തിലാണ് ചൊവ്വയുടെ സഞ്ചാരം നടക്കുന്നത്. ബുധൻ ഇടവം രാശിയിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. ജൂൺ 14 മിഥുനത്തിലേക്ക് സംക്രമിച്ചു. ജൂൺ ആദ്യവാരം മുതൽ ബുധന് മൗഢ്യാവസ്ഥ ഉണ്ടായിരുന്നു. ശുക്രൻ ഇടവം രാശിയിലാണ്. ജൂൺ 12 മിഥുനത്തിലേക്ക് സംക്രമിച്ചു. ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗഢ്യാവസ്ഥയിൽ തന്നെ ആയിരിക്കും. വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴമൗഢ്യം ജൂൺ 4 അവസാനിച്ചു കഴിഞ്ഞു. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഹുവും കേതുവും യഥാക്രമം രാഹു മീനം രാശി രേവതി നക്ഷത്രത്തിലും കേതു കന്നിരാശി അത്തം നക്ഷത്രത്തിലും അപ്രദക്ഷിണഗതിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് വിശാഖം നക്ഷത്ര ജാതകത്തിൻ്റെ ഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ വരുന്നത് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ജൂൺ പകുതി മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വിശാഖ നക്ഷത്രത്തിന് പണം മുടക്കിയിട്ടുള്ള വ്യാപാരത്തിൽ നിന്ന് പിന്മാറി നിൽക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ അതിനുള്ള പ്രചോദനം ഉണ്ടായി വരും. പണം മുടക്കി വ്യാപാരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നഷ്ടങ്ങൾ മാത്രം സംഭവിക്കും എന്നുള്ളതാണ്. കൂടാതെ തന്നെ വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥ, ഉദ്യോഗ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യേണ്ട ഒരവസ്ഥ ഈ സമയത്ത് ഉണ്ടായിരിക്കും. അമിതമായ ആവേശം നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും അമിതാവേശം പാടില്ല. അത് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. സംയുക്തമായ സംരംഭങ്ങളിൽ ഏർപ്പെടരുത്. സംയുക്തമായിട്ട് ഒരു കാര്യങ്ങളിലും ഏർപ്പെടരുത്. അത് ബുദ്ധിമുട്ടുണ്ടാക്കും, ധന നഷ്ടം വരുത്തും എന്നിവയൊക്കെയാണ്. പറ്റിക്കപ്പെടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലുമൊക്കെ പലരുമായിട്ടും വഴക്കുണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിക്കേണ്ടി വരികയൊക്കെ ചെയ്യും. കൂടാതെ തന്നെ വാഗ്വാദങ്ങളിൽ, അതായത് തർക്കങ്ങളിൽ ചെന്ന് നിൽക്കുകയോ അതിൽ അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യുന്നത് നല്ലതല്ല. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ സമയത്ത്. പണം കടമായിട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ജാമ്യം നിൽക്കുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. കൂടാതെ ജൂലൈ 15 വരെ ഗുരു കാരണവന്മാരുടെ ഈശ്വരാനുഗ്രഹവും ബാക്കിയും അനുഗ്രഹ കാര്യങ്ങളൊക്കെ കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിജയം കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കൂടാതെ ആശിച്ച് ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും അത് ചെയ്ത് തീർക്കാമെന്നുള്ള ആത്മബോധം ജാതകനിൽ വന്നു ചേരുകയും ആശ്രയം തേടി വരുന്നവർക്ക്, ഒരു തൊഴിലിന് വേണ്ടിയിട്ടായിരുന്നാലും അല്ലെങ്കിൽ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നാലും വരുന്നവർക്ക് അഭയം നൽകുവാനുള്ള ഒരു കാര്യം ചെയ്യുവാനും ഒക്കെ തോന്നുകയും അതുവഴി ആത്മാഭിമാനം തോന്നുകയും ചെയ്യുന്നതായിരിക്കും. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് ഉപരിപഠനത്തിന് ചേരാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് വളരെ വലിയ
പണച്ചെലവ് അനുഭവപ്പെടും എന്നുള്ളതാണ്. കൂടാതെ സാമ്പത്തിക വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമായിരിക്കും ഇത്. സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോடு തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. സമകാലീന സംഭവങ്ങളോട് പ്രതികരിക്കാൻ നിർബന്ധിതനാകുന്ന ഒരു സമയമാണ്. വ്യാപാരം, വിപണനം എന്നീ വിതരണ മേഖലകളിൽ വരുന്ന മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും. കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പലർക്കും ഈ സമയത്ത്, അതായത് ജൂലൈ മാസത്തിൽ പലർക്കും നാട്ടിലേക്ക് വരുവാനും കുടുംബക്കാരൊത്ത് ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരാനും ഒക്കെയുള്ള ഒരു സമയം ആണത്. ആ രീതിയിലായിരിക്കും ജൂലൈ മാസത്തിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. കൂടാതെ ഈ കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു നടക്കാതിരിക്കുന്ന ഒരു കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള പ്രതികരണം വന്നു ചേരും. ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആശയങ്ങളും കൂടെ നമ്മൾ ജാതകർ സ്വീകരിക്കുന്നത് മൂലം കുറച്ച് വിപരീതമായ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ ഈ സമയത്ത് ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് വിദഗ്ധമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നല്ല രീതിയിൽ പരിശോധിച്ച് മാത്രം അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. സംഗീതം, സാഹിത്യം തുടങ്ങി മേഖലകളിലും കലാകായിക രംഗങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്കും പഠിക്കുന്നവർക്കുമൊക്കെ അനുകൂല സാഹചര്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. അവഗണിക്കപ്പെട്ട കാര്യങ്ങളിലൊക്കെ പരിഗണന കിട്ടുന്ന ഒരു സമയവും അതിന് ആശ്വാസമുണ്ടാവുകയും ചെയ്യും. പ്രധാനമായിട്ടും പറയുമ്പോൾ ജ്ഞാനാന്വേഷണത്തിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ജ്ഞാനം നേടണം എന്നുള്ള ആഗ്രഹത്തിലും അതിലെ പഠനത്തിനുമായിട്ട് കുറച്ച് സമയങ്ങൾ ചെലവഴിക്ക് തയ്യാറാകുന്ന ഒരു സമയമാണ്. പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. വിദേശത്തുള്ള സുഹൃത്തുക്കൾക്കായി വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങൾ ഏർപ്പെടുന്നതായിരിക്കും ഈ ജൂലൈ മാസത്തിൽ. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. കാര്യങ്ങൾ ചെയ്യുമ്പോൾ രേഖകൾ നന്നായി പരിശോധിച്ചിട്ട് മാത്രം അതിലേക്ക് ചെയ്യുക എന്നുള്ളത്. കൂടാതെ ഇങ്ങനെയുള്ള ക്രയവിക്രയങ്ങളിൽ അതിൽ നിന്നും പ്രതീക്ഷിച്ചിൽ അധികം ലാഭം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. എന്നാലും ചെയ്യുന്ന പ്രവൃത്തി കൃത്യത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സർക്കാർ കാര്യങ്ങളിൽ ഒരുതരം മാന്ദ്യം അനുഭവപ്പെടുന്നതാണ്, തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കൊണ്ടൊന്നും കാര്യങ്ങൾ നേരെയായി വരുന്നതല്ല. അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഉദ്യോഗസ്ഥരാണെങ്കിൽ ഉന്മേഷരഹിതരായിരിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമം നടത്തുന്നവർക്ക് വിജയം ഭവിച്ചേക്കും. ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ്. കലാപ്രവർത്തനം മുഴുവനായും വിജയിക്കണമെന്നില്ല. പ്രതീക്ഷിച്ച അവസരങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് വീട് മാറി താമസിക്കേണ്ട ഒരു സ്ഥിതി വന്നേക്കാം. പുതിയതായിട്ടുള്ള ഈ തലമുറയിലുള്ള ആൾക്കാരുമായിട്ട് ആശയവിനിമയം നടത്തുന്നത് സമന്വയത്തിൻ്റെ പാതയിൽ എത്തിക്കൊള്ളണമെന്നില്ല. അവർ കേൾക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കില്ല എടുക്കുന്നത്. ആ കാര്യത്തിലൊക്കെ ഒരു ചെറിയ ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ രീതിയിലായിരിക്കും 2024 ജൂൺ പകുതി മുതൽ ജൂലൈ മാസത്തെ വിശാഖ നക്ഷത്ര ജാതകരുടെ അനുഭവങ്ങളിൽ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.